യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കപ്പെടുന്നു. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു ജെറുസലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ട്. അവയിൽ യാതിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാമോ? അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇങ്ങനെ വലിയ ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് കിടന്നിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ദൈവിക ഇടപെടലുകളായി തീരേണ്ടതിന് നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, ബെഥേസ്ദ എന്ന കുളക്കരയിൽ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട്, അല്ലെങ്കിൽ സൗഖ്യം കാത്തുകൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ ആ സൗഖ്യത്തിന് വേണ്ടി ആ കുളക്കരയിൽ, ആ മണ്ഡപങ്ങളിൽ കാത്ത് കിടന്നിരുന്നു. ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് പരിശുദ്ധാത്മാവിനെ അറിയിക്കുവാനുള്ളത്, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യരും പരാജയപ്പെടുകയില്ല. കാത്തിരിപ്പ് അത്ര നല്ലൊരു കാര്യമല്ല. ഈ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന സത്യമാണ്. ഒരാളെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു വിഷയത്തിൻ്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ മാനസാന്തരത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ സൗഖ്യത്തിനായി നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പുകൾ എപ്പോഴും മുഷിച്ചിലുകളും മുഷിപ്പും ഉണ്ടാക്കുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബം വരുമെന്ന് അറിയിച്ചിരുന്നു. അവർ നിങ്ങളോട് കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത്, ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ 1 മണിക്ക് അവർ എത്തിയില്ല, 2 മണിയായിട്ടും അവർ വന്നില്ല, 3 മണിയായിട്ടും എത്തിയില്ല, 4 മണിയായിട്ടും എത്തിയില്ല. നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ, ആ കുടുംബത്തെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മടുപ്പ് തരും. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു വല്ലാത്ത ആശങ്കയുണ്ടായി. നിങ്ങൾ ഫോൺ എടുത്ത് പലതവണ അവരെ വിളിച്ചിരുന്നു. എവിടെയായി, എപ്പോൾ എത്തും, എത്താറായോ? അവർ പറഞ്ഞു ട്രാഫിക്കിലാണ്, ഇച്ചിരൂടെ വൈകും. അത് ഒരു 3-4 മണിക്കൂറത്തെ കാത്തിരിപ്പേ ഉള്ളെങ്കിൽ പോലും ആ കാത്തിരിപ്പ് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ 17 വർഷം, 12 വർഷം, 15 വർഷം, 14 വർഷമൊക്കെ ചില വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ സന്ദേശം അവർക്കുള്ളതാണ്. ഇന്നത്തെ സന്ദേശം
ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയ മകളെ, പ്രിയ മകനെ, പ്രിയ കുടുംബമേ, നിനക്കുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ആ കുടുംബത്തെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു: മനുഷ്യനെ കാത്തിരുന്നാൽ അതിൽ മുഷിപ്പുകൾ ഉണ്ടാകും, മനുഷ്യനെ കാത്തിരുന്നാൽ അതിലൊത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ദൈവത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, അത് മുഷിപ്പുകളിലേക്കല്ല കൊണ്ടുപോകുന്നത്, അത് മടുപ്പിലേക്കല്ല കൊണ്ടുപോകുന്നത്. ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ്: യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാനിടയാകും. ഞാനൊരു സംഭവം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം: യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഇത് പറഞ്ഞത് ഒരു പിതാവിനോടാണ്. ആ പിതാവ് തൻ്റെ മകന്റെ രോഗ വിവരം തൻ്റെ ശിഷ്യന്മാരോട്, യേശുവിൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ചു. ആ ശിഷ്യന്മാർക്ക് ആ മകനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ പിതാവ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു: എൻ്റെ മകൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഊമനായ ഒരു ആത്മാവുണ്ട്. മർക്കോസ് സുവിശേഷം 9:17 ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ചും പല്ല് കടിച്ചും വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ പലതവണ പ്രാർത്ഥിച്ചു, പലതവണ നിന്റെ ശിഷ്യന്മാർ എൻ്റെ കുഞ്ഞിൻ്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഡെലിവറൻസും ഉണ്ടായില്ല, ഒരു വിടുതലും ഉണ്ടായില്ല. നമുക്കറിയാം, ആ സമയത്ത് യേശു കർത്താവും പത്രോസും യാക്കോബും യോഹന്നാനും ഒരു ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മോശയും ഏലിയാവും പ്രത്യക്ഷമാകുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശു താഴ്വരയിലെത്തുന്നു. ആ താഴ്വരയിൽ വന്നു കഴിയുമ്പോഴാണ് വലിയൊരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് വലിയ ബഹളം നടക്കുന്നു. ഈ 9 ശിഷ്യന്മാരെ അവിടെ നിർത്തിയിട്ടാണ് യേശു കടന്നുപോയത്. ആ ശിഷ്യന്മാർ, യേശു കർത്താവിൻ്റെ കൂടെ നിന്നവർ, ഈ നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യമെന്ന്, ജ്ഞാനിയുടെ കൂടെ നടക്ക എന്നാൽ നീയും ജ്ഞാനിയാകും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഈ പിതാവ് മോനെയും കൊണ്ട് വന്നത്. പക്ഷെ യേശു അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് യേശുവിനെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്, യേശു അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ശിഷ്യന്മാരെയും കൊണ്ട് ഈ പിതാവ് പ്രാർത്ഥിപ്പിച്ചത്. പക്ഷെ ആ പിതാവ് പറയുന്നുണ്ട്, അവർ പലതവണ പ്രാർത്ഥിച്ചു, പക്ഷേ അതിനകത്ത് മറുപടി ഉണ്ടായില്ല, വിടുതൽ നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ മടുപ്പ് വരാം. ശരിക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഒരു റിസൾട്ട് കാണാതെ ഇരിക്കുമ്പോൾ മടുപ്പ് സ്വാഭാവികമായും മനസ്സിലുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഈ പിതാവിനെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു നല്ല മാതൃകയാണ് ഈ സഹോദരന്റെ, ഈ മകന്റെ പിതാവ് എന്ന് പറയുന്നത്. എനിക്ക് ആ 17-ാമത്തെ വാക്യത്തിൽ, ആ വാക്യത്തിൽ തന്നെ നിൽക്കണം. അപ്പോ ഈ വാക്യത്തിന്റെ 23-ാം വാക്യം, മർക്കോസ് സുവിശേഷം 9-ന്റെ 23-ാം വാക്യം. ഈ സമയത്ത് മോനെ എനിക്കതിന്റെ 14-ാം വാക്യം ഒന്ന് കാണിക്കാമോ? ഈ സ്ക്രീനിൽ ഈ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 14 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് വായിച്ചേ പാസ്റ്റേ. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. അപ്പം യേശു കർത്താവ് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്യം വായിപ്പിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. അപ്പൊ എന്തോ ഒരു വിഷയം, തർക്കം ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണമല്ലോ. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ ഒരു ആർഗ്യുമെന്റേഷൻ ഉണ്ടാകത്തില്ലല്ലോ, തർക്കം ഉണ്ടാകത്തില്ലല്ലോ. 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പുരുഷാരം യേശുവിനെ, അവനെ കണ്ട ഉടനെ എന്ന് പറയുന്നത് യേശുവിനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഒത്തിരി നല്ല റെസ്പെക്റ്റ് ആയിട്ടുള്ള, ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഴുത്താണ്, ഒരു വചനമാണത്. They were greatly amazed and running to him saluted him. Saluted him. അത്രയധികം യേശു കർത്താവിനെ ഓണർ ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു കൂട്ടമായിരുന്നു അവിടെ കാത്തു നിന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ആ കൊച്ചിന് സൗഖ്യം ഉണ്ടായില്ല. ആ പിതാവ് പിന്നെയും പ്രാർത്ഥിച്ചു, സൗഖ്യം ഉണ്ടായില്ല. യേശുവിനെ കാണാൻ വന്നതാ, യേശു അവിടെ ഉണ്ടായിരുന്നില്ല.
മടുപ്പുണ്ടാകാം, സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോകേണ്ടതാണ്, കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഈ വഴക്കിൻ്റെ ഇടയിൽ നിന്ന് പോകേണ്ടതാണ്, വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരാതിരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അവിടെ കണ്ട കാഴ്ച ഇതൊന്നുമല്ല. ഞാൻ അവിടെ കാണുന്ന കാഴ്ച, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്നിട്ടും, സൗഖ്യം ഉണ്ടാകാതെ വന്നിട്ടും, ഈ പിതാവ് പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി കിട്ടാതെ വന്നിട്ടും, യേശുവിനെ ആ സമയത്ത് കാണാനോ പ്രാർത്ഥിപ്പിക്കാനോ കഴിയാതിരുന്നിട്ടും ഈ പിതാവ് പിണങ്ങിപ്പോയില്ല, മനസ്സ് മടുത്തുപോയില്ല. അവിടെ തന്നെ യേശു വരുന്നത് വരെ കാത്തുനിന്നു, യേശു വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മനുഷ്യനെ വെയിറ്റ് ചെയ്താൽ ലജ്ജിച്ചു പോകാൻ, മനുഷ്യൻ തരുന്ന എന്തെങ്കിലും ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മറുപടി കിട്ടിയിരിക്കും. അതുകൊണ്ട് വിടുതൽ കിട്ടിയില്ല എന്ന് കരുതി, പ്രാർത്ഥിച്ചത് നടന്നില്ല എന്ന് കരുതി, ആ വ്യക്തി മാനസാന്തരപ്പെട്ടില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. നിന്റെ ഭർത്താവ് ഇതുവരെ മാനസാന്തരപ്പെട്ടില്ല, അദ്ദേഹത്തിന്റെ ദുർസ്വഭാവം നിർത്തിയില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. ജോലി കിട്ടിയില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. സൗഖ്യമായില്ല, കുറെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് വന്ന ധാരാളം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ നിശ്ചയമായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ വെയിറ്റിംഗ് പീരീഡ് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഹല്ലേലൂയ. ഈ മെസ്സേജ് കാണുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, ദൈവത്തെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ദൈവപ്രവർത്തികളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഈ 2025 ആ വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ മറുപടി കാണുവാനിടയാകും. ഈ പിതാവേശുവിനെ കാത്തു നിന്നതുപോലെ, പിണങ്ങിപ്പോകാതെ, മനസ്സ് മടിച്ച് തിരിച്ചു പോകാതെ കാത്തു നിന്നതുപോലെ നിങ്ങൾ കർത്താവിനെ വെയിറ്റ് ചെയ്താൽ ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയാകും. ഈ എപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിക്കും. വെയിറ്റിംഗ് പീരീഡുകൾ പലപ്പോഴും നമുക്കുണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾ ഡിസ്കറേജ്ഡ് ആകാനിട വരരുത്. ഞാൻ ഒത്തിരി പേരുടെ ചരിത്രം ഇന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ അവിടെ ഡിസ്കറേജ്ഡ് ആകുകയും ചെയ്യരുത്. വളരെയധികം ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഈ പ്രതീക്ഷകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. പ്രതീക്ഷിക്കണം. എന്നെ കേൾക്കുന്ന എത്ര പേർ വാ തുറന്ന് പറയും പ്രതീക്ഷിക്കണം? ആരെ പ്രതീക്ഷിക്കണം? ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തെ പ്രതീക്ഷിക്കണം. പ്രതീക്ഷയാണ് ശരിക്കും നമ്മുടെ അകത്ത് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ എക്സ്പെക്ടേഷനുകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ആ വാക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് ദൈവത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൽ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. വില്യം കേറി പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക. ഡോക്ടർ വില്യം കേറിയുടെ വാക്കുകളാണത്. ഹല്ലേലൂയ. ഈ എക്സ്പെക്ടേഷൻ, ആ എക്സ്പെക്ടേഷൻ ആണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഞാനൊരു ശുശ്രൂഷകനാണ്. എനിക്കറിയാം, ഈ പ്രതീക്ഷിക്കുന്ന, വിടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന, സൗഖ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന, വചനം ഇങ്ങനെ കൊതിയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന കൂട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന കൊട്ടാരക്കര ചർച്ചിലും നമ്മുടെ ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററുകളുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആരാധനകളിലൊക്കെ പങ്കെടുക്കുമ്പം എനിക്ക് ഒത്തിരി, മറ്റു സ്ഥലത്തും ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രത്യേകാൽ കൊട്ടാരക്കര ചർച്ചിലൊക്കെ ഭയങ്കരമായിട്ട് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ആളുകൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനും, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനും, സൗഖ്യത്തെയും വിടുതലിനെയും കർത്താവിൽ നിന്ന് സ്വീകരിക്കാനും, ഇങ്ങനെ പ്രതീക്ഷയോടെ, മറ്റൊന്നും അവർ എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് കയറുമ്പം കർത്താവപ്പച്ചനെ ഇറങ്ങി വന്ന് നിന്ന് ഇങ്ങനെ അത്ഭുതങ്ങളെ ചെയ്യുന്നത്, അവർ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന കൂട്ടത്തെ നിരാശപ്പെടുത്താതെ, ആ പ്രതീക്ഷയോടിരിക്കുന്ന കൂട്ടത്തിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായ നിലയിൽ
ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ ദൈവം എന്നെ വന്ന് സൗഖ്യമാക്കിയിട്ട് പോട്ടെ, ഞാൻ വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് പോയാട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാകാം. അവരുടെ ഇടയിൽ പോകുമ്പം ശരിക്കും ഭയങ്കര സ്ട്രഗിളാണ് മിനിസ്റ്റർ ചെയ്യാൻ, ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. പല സന്ദർഭങ്ങളിലും ഭയങ്കരമായി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. കാരണം അവർ ദൈവത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത കാരണം കൊണ്ട്. നമ്മൾ പറയത്തില്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഹല്ലേലൂയ. ഈ വിശന്നിരിക്കുന്നവന്റെ ഇലയ്ക്കകത്ത് വേണം ഊണ് വിളമ്പാൻ. 2 ഊണ് കഴിച്ചിട്ട് വന്നിരിക്കുന്ന ആളുടെ മുമ്പിൽ നമ്മൾ പിന്നെയും വിളമ്പാൻ നിന്നാൽ അവൻ അത് വേസ്റ്റ് ആക്കും. ശലോമോൻ നമ്മളെക്കാളെല്ലാം ഭയങ്കര ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയും. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയും. ഞാനിതൊക്കെ എത്ര കേട്ടതാണ്, ഞാനിതൊക്കെ എത്ര കണ്ടതാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ഇറങ്ങി അത്ഭുതം ചെയ്യുന്നതും അധികം കാണാൻ കഴിയുന്നില്ല. കാരണം ബൈബിൾ തന്നെ പറയുന്ന ഒരു സത്യമുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആവശ്യക്കാരനാണോ നിങ്ങൾ? താല്പര്യത്തോടിരിക്കുന്ന ആളാണോ? ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ പ്രിയ പിതാവേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങൊന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണോ നിങ്ങൾ? നിശ്ചയമായിട്ടും മകളെ, മകനെ, കുഞ്ഞെ, നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം മറുപടി തരും. നിന്നെ ഒരിക്കലും കർത്താവ് നിരസിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ വേണം ഓരോ ഞായറാഴ്ചയും ചർച്ചിൽ വരാൻ. ഈ വരുന്ന ഈ സൺഡേ ഞാൻ ഇവിടെ കൊട്ടാരക്കരയിൽ ഈ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പലയിടത്തും മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നവർ ഈ ചർച്ചിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് ആരാധനയിലാണ് പോകുന്നത്, എവിടെയാകട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ചർച്ച് ഒരു ബ്ലെസ്ഡ് ചർച്ചാണ്. നിങ്ങളുടെ ദൈവദാസൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ മനുഷ്യനാണ്. നിങ്ങൾ എവിടെ പോയാലും, ഒരു കൺവെൻഷന് പോയാലും, ഒരു മീറ്റിംഗ് കൂടിയാലും, ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, വേറൊരു പ്രസംഗം, കർത്താവിൻ്റെ വചനത്തിലുള്ള ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോഴും, എപ്പോഴാണെങ്കിലും കർത്താവെ, നീ ഇതിനകത്തൂടെ എന്നോടൊന്ന് സംസാരിക്കണേ, ദൈവത്തിൻ്റെ ആത്മാവെ എന്നോടൊന്ന് ഇടപെടണേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇങ്ങനെ കൊതിയോടെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. അതിനകത്തും ഒരു കൊച്ചു കുഞ്ഞായിരിക്കും, 12 വയസ്സുള്ള 10 വയസ്സുള്ള ഒരു കൊച്ചു മകനായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. സൺഡേ സ്കൂളിൻ്റെ യോഗമായിരിക്കാം നടക്കുന്നത്, സൺഡേ സ്കൂളിൻ്റെ സമാപന സമ്മേളനത്തിന് പറഞ്ഞ ആശംസാ പ്രസംഗമായിരിക്കാം. അതിനകത്തു നിന്നും ഇങ്ങനെ പ്രതീക്ഷയോട് ഇങ്ങനെ കർത്താവ് എന്തെങ്കിലും ഒരു വചനം എനിക്ക് തരണേന്ന് ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുന്ന ആൾക്ക് ആ ആശംസാ പ്രസംഗത്തിനകത്തുനിന്നും ദൈവം ഒരു മെസ്സേജ് കൊടുക്കും. ഹല്ലേലൂയ. ഞാനിതൊക്കെ എത്ര കണ്ടതാ, എത്ര കേട്ടതാന്നുള്ള ആളുകൾക്ക് ഇനി ജനറൽ കൺവെൻഷൻ നടത്തി അതിനകത്ത് 14 പേര് പ്രസംഗിച്ചാലും അവർക്ക് അതിനകത്തൊന്നും കിട്ടാനില്ല. കാരണം അവര് തൃപ്തരാണ്, അവർ ഓക്കെയാണ്. അവരുടെ അകത്ത് ദാഹമില്ല, ദൈവത്തോട്, വചനത്തോടുള്ള തേഴ്സ്റ്റ് ഇല്ല, ഹങ്കറില്ല. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന. തൃപ്തനായിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല. ദാഹം വേണം, ദാഹം എപ്പോഴും, ആ ഒരു തേഴ്സ്റ്റ് നമ്മുടെ അകത്ത് വേണം. നമ്മുടെ ഉള്ളിൽ കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ ആ ദാഹം വേണം, ആ എക്സ്പെക്ടേഷൻ വേണം. വർഷിപ്പ് ടീം പാടാൻ കയറുക, വർഷിപ്പ് ടീം വർഷിപ്പ് ലീഡ് ചെയ്യാൻ കയറുക, ആ വർഷിപ്പ് ടീം അല്ലെങ്കിൽ ആ പാടുന്ന സഹോദരന്മാര് ആ പാട്ട് പാടാൻ കയറുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത്, കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം കർത്താവെ. നിങ്ങളൊന്ന് കൊതിയോടെ നിന്ന് നോക്കിയേ, ഒന്ന് കൊതിയോടെ പ്രാർത്ഥിച്ചു നോക്കിയേ, ഒന്ന് ദാഹത്തോടെ നിന്ന് നോക്കിയേ. ദാഹിക്കുന്നവനെ, ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, തൃപ്തനാക്കുന്ന കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയുള്ള കൂട്ടങ്ങളുടെ നടുവിൽ അത്ഭുതം സംഭവിക്കും. ഞാൻ 1-2 സംഭവങ്ങൾ പറയും. ഇപ്പോൾ ഈ വായിച്ച ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അല്ലെ, അവരെന്തുവാ എക്സ്പെക്ട് ചെയ്യുന്നത്? ആ കൂട്ടം ബെഥേസ്ദ കുളക്കരയിൽ ആ മണ്ഡപങ്ങളിൽ കിടക്കുന്നവരെന്തുവാ പ്രതീക്ഷിക്കുന്നത്? ദേ ആർ എക്സ്പെക്ടിങ് ഹീലിംഗ്. അവർ പ്രതീക്ഷിക്കുന്നത് സൗഖ്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളെയാണ് ദൈവം അത്ഭുതമാക്കുന്നത്. ഈ
പിശാചിൻ്റെ എല്ലാ കാലത്തുമുള്ള തന്ത്രം എന്നാണെന്നറിയാവോ? ദൈവത്തിലുള്ള പ്രതീക്ഷകൾ ഇല്ലാതെയാക്കും. ഈ പല ആളുകളും അവരാഗ്രഹിച്ച, അവർ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവരുടെ അകത്ത് ഡിപ്രഷൻ വരും, നിരാശ വരും. പ്രതീക്ഷിച്ച കാര്യം, ആ പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല, പ്രതീക്ഷിച്ച വിവാഹം നടന്നില്ല, പ്രതീക്ഷിച്ചതായ ബിസിനസ്സിനകത്ത് ആ ടേൺ ഓവർ ഉണ്ടായില്ല, ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അവർക്ക് നിരാശ വരും, ഡിപ്രഷൻ വരും. ആ ഡിപ്രഷൻ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രത്യേകിച്ച് ഈ 2020-21 സമയങ്ങളിൽ കോവിഡിൻ്റെ ആ പീക്ക് ടൈമിൽ, ആ പാൻഡമിക് സിറ്റുവേഷനിൽ ഞാൻ കൂടി വരുമ്പോഴൊക്കെ ഈ വാക്യം എടുത്തു പറയുമായിരുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെങ്കിൽ, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെങ്കിൽ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും എനിക്ക് എൻ്റെ ദൈവത്തെ വാഴ്ത്താൻ കഴിയണം. അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കാൻ കഴിയണം. മക്കളെ, ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പിറുപിറുക്കുന്നവരാകാതെ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകാതെ, മക്കളെ നിങ്ങളെല്ലാവരും കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് ഒന്നിനും കുറവില്ലാതെ ഇവിടം വരെ നടത്തിയ കർത്താവ്, അതാത് സമയത്ത്, സമയത്ത്, കൃത്യസമയത്ത് വേണ്ടതെല്ലാം തന്ന് കരുതി പരിപാലിച്ച്, ശത്രുക്കൾ കാണുക മേശ ഒരുക്കി തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മയാലും കരുണയാലും നിറച്ച കർത്താവിന് നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഞാൻ വീണ്ടും ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നു, ദൈവസന്നിധിയിൽ വരുമ്പോൾ, ഇന്ന് ഈ ലൈവ് സർവീസ് നടക്കുമ്പോഴും നിങ്ങൾ എന്തുവാ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഉള്ളത്തിൽ കയറി വരണം. ഇന്ന് എനിക്കൊരു സൗഖ്യം യേശു തരും. ഇന്ന് എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കും. ഇന്ന് എന്നെ യേശു അപ്പം തൊടും. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് രാത്രി സ്വപ്നത്തിലൂടെ നീ എന്നോട് ഇടപെടണമേ, സ്വപ്നങ്ങളിലൂടെ നീ എൻ്റെ അരികിൽ കടന്നു വരണമേ. പ്രഭാതത്തിൽ കർത്താവെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നിന്റെ ശബ്ദം കേട്ട്, നിന്റെ വിസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ, രാവിലെ തോറും കർത്താവെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കാനായിട്ട് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു.